പ്രണയകാലം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നേക്കരുത്. കൊള്ളാലോ സ്വാമി, ഇതിൻ്റെ ഉള്ളിയിട്ട് ഞങ്ങളെ അങ്ങ് തീർക്കാം എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അമീറിൻ്റെ മുഖത്ത് തികഞ്ഞ പരിഹാസം. ആഹാ, ഭീഷണിയെങ്കിൽ ഭീഷണി. കാശി മുന്നിലിരുന്ന തിണ്ണയിലേക്ക് കയറിയിരുന്നു. നോക്ക് സ്വാമി, ഇപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ഈ മൊബൈലിൽ കണ്ട വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ അങ്ങ് പ്രചരിക്കും. അറിയാലോ, ഇത്രയും വ്യക്തമായൊരു തെളിവ് സ്വാമിക്കെതിരെ വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരും. ശത്രുക്കൾ ഒരുമിച്ച് നിൽക്കും, ആശ്രമം തകരും. സ്വാമി ഇത്രയും നാൾ കെട്ടിപ്പടുത്ത സാമ്രാജ്യം, ഒപ്പം സ്വാമിയുടെ സൽപ്പേരും. ഒന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം, ജീവനോടെ ഞങ്ങൾ രണ്ടാളും ഇതിനുള്ളിൽ നിന്നും വെളിയിലിറങ്ങിയില്ലെങ്കിൽ സ്വാമി നാളത്തെ സൂര്യോദയം മറന്നേക്ക്. കളം ഒരുക്കി അതിൻ്റെ മുക്കും മൂലയും പഠിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നത്. സംശയമുണ്ടോ? അമീറിൽ ഒരു ചെറിയ ചിരി. അവൻ പൊടുന്നനെ പോക്കറ്റിൽ നിന്നും ഫോൺ കയ്യിലെടുത്തുകൊണ്ട് ഒരു വോയിസ് റെക്കോർഡ് ഓൺ ചെയ്തു. ഞങ്ങളിൽ ഒരാൾ ആശ്രമം കടന്ന് തിരിച്ചു വന്നില്ലെങ്കിൽ നേരത്തെ വിട്ടു തന്ന വീഡിയോ നാടിൻ്റെ മുക്കും മൂലയും എത്തണം. അത് നിൻ്റെ ഉത്തരവാദിത്തമാണ്. ഫോൺ ഓഫ് ചെയ്ത് പോക്കറ്റിലിട്ടുകൊണ്ട് അമീർ ഒരിക്കൽ കൂടെ സ്വാമിയെ നോക്കി. ദേ, ഇതുപോലെ ഒരുപാട് പേരുടെ വിരൽത്തുമ്പിലുണ്ട് ഇപ്പോൾ സ്വാമിയുടെ ഭാവി. ഇനി പറ, നേരത്തെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി എവിടെ? അമീർ അയാളുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി. അയാളുടെ മുഖത്തെ പതർച്ച കാശിയുടെ കണ്ണുകൾ വ്യക്തമായി ഒപ്പിയെടുത്തിരുന്നു. ഒരുപക്ഷെ തെളിഞ്ഞും ഒളിഞ്ഞുമുള്ള അമ്പുകൾ മാത്രമേ അവർക്ക് ഇന്നേ വരെ എതിർത്ത് നിൽക്കേണ്ടി വന്നിട്ടുണ്ടാവൂ. ചങ്കുറപ്പോടെ കണ്ണിൽ നോക്കി മുഖാമുഖം എതിർക്കുന്ന ഒരുത്തനെ നേരിടുന്നത് ഇതാദ്യമായിട്ടായിരിക്കണം. അതിൻ്റേതായ ഒരു അങ്കലാപ്പ് ദയാനന്ദയുടെ മുഖത്ത് പ്രകടനമായിരുന്നു. ചോദിച്ചത് കേട്ടില്ലേ? ബോധം മറഞ്ഞ് ജീവന് വേണ്ടി കൊതിച്ച് നിങ്ങളുടെ കയ്യിൽ കിടന്നു പിടഞ്ഞിരുന്ന ആ പെൺകുട്ടി എവിടെ? 16-ാം നാൾ നമുക്ക് പൂജ നടത്തണ്ടേ? ഉത്ര നക്ഷത്രത്തിൽ പിറന്ന ഒരു കന്യകയുമായി നമുക്ക് പ്രതാപൻ്റെ വിവാഹം നടത്തണ്ടേ? സ്വാമി ഇങ്ങനെ മടിച്ചു നിന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നത്? എങ്ങനാ? ഒന്ന് ഉത്സാഹിക്കുന്നേ. അമീറിൻ്റെ ചുണ്ടുകൾ പുച്ഛം കൊണ്ട് കൂടിപ്പോയി. ദയാനന്ദ കണ്ണുകൾ കുറുക്കി അവനെ തന്നെ നോക്കി. അതെ, സകല വിവരവും അറിഞ്ഞുകൊണ്ട് വന്ന ഒരുത്തൻ ഇപ്പോൾ എടുത്തു ചാടിയാൽ ശരിയാവില്ല. അയാൾ സ്വയം ശത്രുവിൻ്റെ ബലത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അയാളെ തന്നെ ഉപദേശിക്കാൻ തുടങ്ങി. കാശി പോയി നോക്ക്. അമീർ ദയാനന്ദയുടെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ തന്നെ കാശിക്ക് നിർദ്ദേശം കൊടുത്തു. കാശി ഇരുവരെയും ഒന്ന് മാറി മാറി നോക്കിക്കൊണ്ട് അകത്തേക്ക് കടന്നു. തൊട്ടരികിൽ നിൽക്കുന്ന ശിഷ്യന്മാർ കാശിയെ തടയാൻ ഒരുങ്ങവേ ദയാനന്ദ അവരെ ഒരു നോട്ടം കൊണ്ട് വിലക്കി കഴിഞ്ഞിരുന്നു. ആശ്രമത്തിനുള്ളിലെ മുറികളിൽ ആകെ പരതുമ്പോൾ ഉള്ളിൽ വല്ലാത്തൊരു പിടച്ചിലായിരുന്നു. കണ്ണിന് മുന്നിൽ അവളെ കാണേണ്ടി വരുമ്പോൾ അവൾക്ക് ജീവൻ ഉണ്ടാവണേ എന്ന് മാത്രമായിരുന്നു പ്രാർത്ഥന. അത്രയും. ഒടുവിൽ തിരച്ചിൽ ഒരു ഇരുട്ടുമുറിയിൽ അവസാനിച്ചപ്പോൾ ജനൽപാളിയിലൂടെ പേരിന് മാത്രം അടിച്ച വെളിച്ചത്തിൽ അവ്യക്തമായി കാശി ആ പെൺകുട്ടിയെ ഒരിക്കൽ കൂടെ കണ്ടു. ചുരുണ്ടുകൂടി ചുമരിനോട് ചേർന്ന് കിടക്കുന്നവടെ ഒന്ന് തട്ടി വിളിക്കേ അവൾ ഒന്ന് ഞരങ്ങി മാറിക്കൊണ്ട് ഇരുട്ടിലേക്ക് തന്നെ ചുരുണ്ടുകൂടി. ഏയ് കുട്ടി, എഴുന്നേൽക്ക്. കാശി അവളുടെ തോളിൽ ഒന്ന് പിടിച്ചു കുലുക്കി. കൊന്നോ, എന്നെ കൊന്നോ, എന്നെ ഇങ്ങനെ ഇട്ട് നരകിപ്പിക്കല്ലേ. എനിക്ക് വയ്യ, എനിക്കിനി ജീവിക്കണ്ട. സ്വബോധത്തിൻ്റെ അവസാനത്തെ പടിയിൽ നിന്ന് അവളുടെ തൊണ്ടയിൽ നിന്നും യാചനയുടെ വാക്കുകൾ ചിതറിത്തെറിച്ചു വീണു. കാശിക്ക് പൊടുന്നതിന് സങ്കടം വന്നു. ഒരു നിമിഷം അവൻ്റെ അനിയത്തിയുടെ മുഖം മനസ്സിലേക്ക് ഓടിവരവേ അവൻ ഇരു കൈകൾ കൊണ്ടും ആ പെൺകുട്ടിയെ കൈകളിൽ താങ്ങിയെടുത്തിരുന്നു. വാടി ഉലഞ്ഞു കിടക്കുന്നവളെ കാണെ അവന് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ആരാന്നോ എന്താണെന്നോ അറിയില്ല, പക്ഷെ ആ കുട്ടി ഇതിനോടകം അനുഭവിക്കേണ്ടി വന്ന യാതനകൾ അവന് ഊഹിക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. കാറ്റുപോലെ കാശി പുറത്തേക്ക് പാഞ്ഞു. മുന്നിൽ നിൽക്കുന്ന ദയാനന്ദയെ ഒരു കത്തുന്ന നോട്ടം നോക്കിക്കൊണ്ട് കാശി കയ്യിൽ കിടക്കുന്നവളെ നെഞ്ചിലോട്ടൊന്നൂടെ അടക്കി പിടിച്ചു. അമീറിൻ്റെ പുറകിലേക്ക് നിന്നു. അമീറിന് ആ നിമിഷം അയാളെ കൊല്ലാനുള്ള ദേഷ്യം തോന്നി. അതിനോടകം കാശിയുടെ കൈകളിൽ കിടക്കുന്നവളുടെ ദേഹം ഒട്ടാകെ പറ്റിയിരിക്കുന്ന മുറിവുകളിൽ അവൻ്റെ കണ്ണുകൾ പാഞ്ഞു കഴിഞ്ഞിരുന്നു. ഒരു ഡോക്ടറുടെ കണ്ണിൽ നിന്ന് നോക്കവേ പലവട്ടം അവൾക്ക് നേരിടേണ്ടി വന്ന ശാരീരിക പീഡനങ്ങൾ ഊഹിക്കാൻ എളുപ്പമായിരുന്നു. നീയൊക്കെ ഒരു മനുഷ്യനാണോടോ? അമീർ ദയാനന്ദക്ക് നേരെ ചീറി. ദേ, പിന്നാലെ വരണ്ട, വന്നാൽ തീർത്ത് കളയും. കാശി എല്ലാവരെയും താക്കീതോടെ നോക്കി. ഇപ്പോൾ ഇവളുടെ ജീവനാണ് പ്രധാനം. അതൊന്ന് കരക്കെത്തിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്നുകൂടെ വരും. കണക്കൊക്കെ അപ്പോൾ തീർക്കാം. പിന്നെ ഉത്തര നക്ഷത്രത്തിൽ പിറന്ന കന്യകയെ വെച്ച് നടത്താൻ ഉദ്ദേശിച്ച പൂജയില്ലേ, അതങ്ങ് മാറ്റിവെച്ചേക്ക്. അവൾ എൻ്റെ പെണ്ണ. നിന്റെ നശിച്ച ശരീരത്തിൻ്റെ നിഴലെങ്കിലും അവളുടെ മേൽ വീണാൽ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ തൻ്റെ ദേഹത്ത് ഫ്രീ ആയിട്ട് അമീർ ഒരു പോസ്റ്റ്മോർട്ടം അങ്ങ് ചെയ്യും. അമീറിൻ്റെ ശബ്ദത്തിൽ വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു.
ഇരുവരും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു കാറുമായി മുന്നിൽ അലീന ഉണ്ട്. മോളെ, വേഗം കാറിലോട്ട് കയറ്. നിന്നെ അവർ കാണണ്ട. വേറൊരു വഴിയുമില്ലാത്തതുകൊണ്ടാണ് നിന്നെ തന്നെ സഹായത്തിന് വിളിച്ചത്. അമീർ അല്ലുവിനെ കാറിൻ്റെ ഉള്ളിലേക്ക് വേഗത്തിൽ പിടിച്ചിരുത്തുന്നതിനൊപ്പം തന്നെ കാശി ആ പെൺകുട്ടിയെ ഉള്ളിലേക്ക് ഇരുത്തിയിരുന്നു. അമീറിന് അല്ലുവിനെ അവർ കണ്ടാലോ എന്നൊരു ഭയം ഉള്ളിൽ കുരുങ്ങിക്കഴിഞ്ഞിരുന്നു. കാശിയും അലീനയും അവൾക്കൊപ്പം പിറകിലെ സീറ്റിലേക്ക് കയറിയപ്പോൾ അമീർ വേഗത്തിൽ കാറിൻ്റെ മുൻസീറ്റിലേക്ക് കയറിയിരുന്നിരുന്നു. അപ്പോഴാണ് അമീർ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്ന ആളെ ശ്രദ്ധിക്കുന്നത് തന്നെ. അവറാച്ചൻ. അമീറിൻ്റെ ചുണ്ടുകൾ പതിയെ മന്ത്രിച്ചു. മിഴികളൊന്ന് വിടർന്നു. അപ്പച്ചൻ, കല്യാണിയുടെ അപ്പച്ചൻ. അവറാച്ചൻ പൊടുന്നനെ അമീറിനെ തിരുത്തിക്കൊണ്ട് ഇരു കണ്ണുകളും അടച്ചു കാണിച്ചുകൊണ്ടൊന്ന് ചിരിച്ചു. ഞൊടിയിടയിൽ കാർ മുമ്പോട്ട് നീങ്ങി. അതെ, അപ്പച്ചൻ, കല്ലുവിൻ്റെയും എൻ്റെയും. അമീറിൻ്റെ ചുണ്ടുകളിൽ ഒരു ചെറു ചിരി വന്ന് നിറഞ്ഞു. അലീന പതിയെ കുപ്പി തുറന്നുകൊണ്ട് ആ പെൺകുട്ടിയുടെ ചുണ്ടിലേക്ക് അല്പം വെള്ളം പകർത്തി കൊടുത്തു. ഓരോ തുള്ളി ഇറക്കുമ്പോഴും അരികിലിരിക്കുന്നവൾ പിടയുന്നത് കാണെ അലീന തണുത്തുറഞ്ഞു പോയിരുന്നു. സദാ വായാടിത്തരവുമായി നടക്കുന്നവൾ മുന്നിൽ കണ്ട കാഴ്ചയുടെ ഞെട്ടലിലായിരുന്നു. തൻ്റെ പ്രായമുള്ള ഒരുവൾ അവൾ അനുഭവിക്കേണ്ടി വന്ന വേദന അലീനക്ക് ചങ്ക് നേറി. അലീന ഒരിക്കൽ കൂടെ അവളെ ചേർത്ത് പിടിക്കവേ അവളൊന്ന് ഉറക്കെ കരഞ്ഞുപോയിരുന്നു. തൊടല്ലേ, എനിക്ക് വേദനിക്കുന്നു. അലീന അവളുടെ കരച്ചിലിൽ പൊടുന്നനെ അവളുടെ കൈ പിൻവലിച്ചു. കാശി സംശയത്തോടെ അലീന ചേർത്ത് പിടിച്ച അവളുടെ തോളിലെ വസ്ത്രം നീക്കി നോക്കി. പൊടുന്നനെ കാശി വിറയലോടെ കൈകൾ മാറ്റി. ആരോ കടിച്ചതുപോലെയുള്ള ഒരു പാട്, ഒരു മനുഷ്യൻ്റെ പല്ലിൻ്റെ അടയാളം. അത് വല്ലാതെ വ്രണപ്പെട്ടിരിക്കുന്നു. ആ മുറിവിൽ നിന്ന് ഒരേ സമയം രക്തവും നിറം കുറഞ്ഞ വേറെ എന്തോ ദ്രാവകവും ഒലിച്ചിറങ്ങുന്നു. അലീന സ്തംഭിച്ചുപോയി. കാശി പൊടുന്നനെ കാറിൻ്റെ പുറത്തേക്ക് നോട്ടം വെട്ടിച്ചുകൊണ്ട് കണ്ണുകൾ ഇറുക്കി അടച്ചു. വിടരുത് അയാളെ. കാശിയുടെ നെറ്റിയിലെ ഞരമ്പുകൾ അടക്കം പിടഞ്ഞുപോയി. സ്വാമി, അവരെ വിട്ടുകളഞ്ഞ് ശരിയാവുമോ? കൂട്ടത്തിൽ ഒരാൾ സ്വാമിയുടെ അരികിലേക്ക് നീങ്ങി നിന്നുകൊണ്ട് ചോദിച്ചു. വേരോടെ പിഴുതെറിയണം. ഒരു അംശം പോലും ബാക്കി വെക്കാതെ. വീണ്ടും തളിർത്ത് വരാൻ സമ്മതിക്കാതെ കുടുംബത്തോടെ പിഴുതു മാറ്റണം. ദയാനന്ദയുടെ ചുണ്ടിൽ ക്രൂരമായ ഒരു ചിരി വിരിഞ്ഞു. സ്വാമി പറയുന്ന പോലെ ചെയ്യാം. എന്തു വേണം സ്വാമി? അരികിൽ നിൽക്കുന്നവൻ ഭവ്യതയോടെ ചോദിച്ചു. ഇപ്പോൾ ഇവിടെ നിന്ന് പോയ ഒരുത്തൻ്റെ ജീവൻ നാളെ പുലരുന്നതിന് മുന്നേ തന്നെ ഇന്നെനിക്കേറ്റ അപമാനം മാറാൻ അത്രയെങ്കിലും എനിക്ക് ചെയ്യണം. ദയാനന്ദയുടെ വാക്കുകൾക്ക് പകയേറി. അവറാച്ചൻ ഒരു ചെറിയ ക്ലിനിക്കിൻ്റെ അടുത്തേക്ക് വണ്ടി ഒതുക്കി. അവറാച്ചൻ ചുറ്റും ഒന്ന് കണ്ണോടിച്ചുകൊണ്ട് ഇവിടെ സുരക്ഷിതമാണോ എന്ന രീതിയിൽ അമീറിനെ ഒന്ന് നോക്കി. എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഉണ്ട്, ഡോക്ടർ റോഷൻ. അവനോട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, എങ്കിലും അവൻ സഹായിക്കാതിരിക്കില്ല. ഇപ്പോൾ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം ഇവിടെ തന്നെയാണ്. അമീർ ഒരു ദീർഘനിശ്വാസത്തോടെ കാർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. നിങ്ങളിവിടെ ഇരിക്ക്, ഞാൻ ആദ്യം പോയി അവനോട് കാര്യങ്ങളൊന്ന് സംസാരിക്കട്ടെ, അതിനുശേഷം ഇറങ്ങാം. അമീർ പുറകിലിരിക്കുന്ന കാശിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. കാശി ചെറുതായി ഒന്ന് മൂളിയതേ ഉള്ളൂ. അലീനയും കാശിയും തൊട്ടരികിലിരിക്കുന്നവളുടെ ദുരവസ്ഥയുടെ ഞെട്ടലിലാണെന്ന് അമീറിന് ഒരു നിമിഷം തോന്നി. ഒരു ഡോക്ടർ എന്ന നിലയിൽ ഇതുപോലെ മനസ്സ് കല്ലാക്കി പല സാഹചര്യങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. മുന്നിൽ പ്രാണന് വേണ്ടി പിടയുന്നവരെ കാണുമ്പോൾ നമ്മൾ ചിന്തിച്ചു നിന്നിട്ടോ പരിതപിച്ചിട്ടോ കാര്യമില്ല. ഇനി നമുക്ക് അടുത്തത് എന്ത് ചെയ്യാം, എന്ത് ചെയ്താൽ അവരെ രക്ഷിക്കാം എന്നൊക്കെ യുക്തിയോടെ ചിന്തിക്കണം. ഇപ്പോഴും ആ ഒരു ചിന്തയാണ് കുന്നോളം ആശങ്കകൾക്കിടയിലും തന്നെ മുന്നോട്ട് നയിക്കുന്നതെന്ന് അമീർ ഓർത്തുപോയി. മുന്നിൽ നിൽക്കുന്നവനെ റോഷൻ അത്ഭുതത്തോടെ നോക്കി. എടാ അമീറെ, എത്ര കാലമായി കണ്ടിട്ട്. റോഷൻ ഞൊടിയിടയിൽ ഓടി വന്നുകൊണ്ട് അമീറിനെ ഇറുകെ കെട്ടിപ്പിടിച്ചു. അമീർ ചെറുതായി ഒന്ന് ചിരിച്ചു. എടാ, മുഖവര ഇല്ലാതെ ഒരു കാര്യം പറയാം. എനിക്ക് നിൻ്റെ ഒരു ഹെൽപ്പ് വേണം. അതും ജീവൻ പണയം വെച്ച് ചെയ്യുന്നൊരു ഹെൽപ്പ്. ഒരു നിമിഷം പോലും ചിന്തിക്കാനില്ല എൻ്റെ മുന്നിൽ. അമീർ കൈകൾ കൂട്ടിത്തിരുമ്മിക്കൊണ്ട് റോഷനെ നോക്കി. എന്താടാ, എന്താ കാര്യം? റോഷൻ ഗൗരവപ്പെട്ടു. അമീർ ചുറ്റുപാടും ഒന്ന് നോക്കിക്കൊണ്ട് റോഷൻ്റെ അരികിലേക്ക് ഒന്നുകൂടെ നീങ്ങി നിന്നു. കാശി ഇറങ്ങ്, റോഷൻ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അമീർ പൊടുന്നനെ കാറിൻ്റെ ഡോർ തുറന്നുകൊണ്ട് പറഞ്ഞു. കാശി ഒട്ടും ആലോചിക്കാതെ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് അരികിലിരിക്കുന്നവളെ ഇറക്കി വീൽ ചെയറിലേക്ക് ഇരുത്തി. അലീനയും അവറാച്ചനും കാറിൽ നിന്നും ഇറങ്ങി. വീൽ ചെയറും കൊണ്ട് വേഗത്തിൽ ഉള്ളിലേക്ക് നടക്കുന്ന കാശിയെ നോക്കി അലീന തണുത്തുറഞ്ഞു നിന്നു. പൊടുന്നനെ അവളുടെ തോളിലൂടെ ഒരു കൈ വന്നുകൊണ്ട് അവളെ ചേർത്ത് നിർത്തി. ഏയ്, സങ്കടപ്പെടാതെ മോളെ, നീ ഇങ്ങനെ തരിച്ചു നിന്നിട്ട് കാര്യമുണ്ടോ? ഇതേ അവസ്ഥയിൽ നമ്മളുടെ കല്ലുവിനെ കാണേണ്ട എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഉണർന്ന് പ്രവർത്തിക്കുകയാണ് വേണ്ടത്. അമീർ ഒരിക്കൽ കൂടെ അലീനയുടെ തോളിൽ തട്ടി ധൈര്യം പകർന്നു. അമീർ അടുത്ത് നിൽക്കുമ്പോൾ അത്രയും ഒരു കൂടപ്പിറപ്പിനെ പോലെ ഉള്ള സുരക്ഷിതത്വം തന്നെ പൊതിഞ്ഞു പിടിക്കുന്നുണ്ട് എന്ന് അലീന ഓർത്തുപോയി. റോഷൻ മുന്നിലിരിക്കുന്നവരെ ഒന്ന് നോക്കിക്കൊണ്ട് തലയും താഴ്ത്തി നിന്നു. 4 മണിക്കൂർ നീണ്ട പരിശോധന റോഷനെ വല്ലാതെ പിടിച്ചുലച്ചിരിക്കുന്നു.
ഇങ്ങനെ ഒരു കേസ് അറ്റൻഡ് ചെയ്യുന്നത് ഇതാദ്യമായിട്ടാണ്. റോഷ, അമീർ അവൻ്റെ അടുത്തേക്കൊന്ന് നീങ്ങിയിരുന്നു കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. റോഷൻ മുഖം ഉയർത്തിക്കൊണ്ട് അമീറിനെ തന്നെ നോക്കി. ക്രൂരമായി റേപ്പ് ചെയ്തിട്ടുണ്ട് പലതവണ, അതും വികൃതമായ പല രീതിയിൽ. 2 ദിവസമായി ഫുഡ് പോലും കൊടുത്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. റോഷൻ്റെ ശബ്ദം പതിഞ്ഞുപോയി. അവൾക്ക് ബോധം വന്നെങ്കിൽ മൊഴി കൊടുക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തുകൂടെ? അലീന അഭിപ്രായപ്പെട്ടു. അമീർ അപ്പോഴും റോഷൻ്റെ മുഖത്തെ ആദ്യ കണ്ട് അവനെ തന്നെ ഉറ്റുനോക്കിയിരുന്നു. പറ, എന്താടാ പ്രശ്നം? അമീർ കണ്ണൊന്നു വെട്ടാതെ ഡോക്ടർ റോഷനെ നോക്കി. താൻ പേടിച്ചതുപോലെ ഒന്നും സംഭവിക്കില്ലേ എന്ന് അമീർ മൗനമായി പ്രാർത്ഥിച്ചു. അമീറെ, എനിക്കൊരു സംശയം തോന്നി. ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തു. റോഹിപ്നോൾ പോലെയുള്ള ഡ്രഗിൻ്റെ പ്രസൻസ് ഉണ്ട് ബ്ലഡ് ടെസ്റ്റിൽ. റോഷൻ മുറുകിയ മുഖത്തോടെ തല താഴ്ത്തിയിരുന്നു. അമീർ പ്രതീക്ഷിച്ചതാണ് കേട്ടതെങ്കിലും ഉള്ളിൽ വല്ലാത്തൊരു നടുക്കം വന്ന് നിറഞ്ഞു. എങ്ങനെ ഇനി അവൾക്കുള്ള നീതി നടപ്പാക്കും എന്നൊരു ചിന്ത അവനെ കുഴപ്പിച്ചു. ഡോക്ടറെ, എന്താ പ്രശ്നം? കാശി അമീറിനെ മനസ്സിലാവാതെ പോലെ ഒന്ന് നോക്കി. തലയും താഴ്ത്തി നിന്ന ചിന്തയോടെ നിൽക്കുന്ന അമീറിനെ കാണെ റോഷൻ മുന്നിലൂടെ മേശയിലേക്ക് കൈകൾ ഊന്നി ഒന്നുകൂടെ ആഞ്ഞിരുന്നു. റോഹിപ്നോൾ എന്നൊരു ഡ്രഗിൻ്റെ സാന്നിധ്യം ബോഡിയിൽ കാണുന്നുണ്ട്. യൂറിൻ ടെസ്റ്റ് ചെയ്ത് 72 മണിക്കൂർ കഴിഞ്ഞ് നമുക്കത് ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ. സാധാരണഗതിയിൽ ഇതൊരു CNS ഡിപ്രസൻ്റ് ആയിട്ടാണ് യൂസ് ചെയ്യാറ്, അതായത് ഈ ആൻസൈറ്റി ഡിസോർഡർ ഉള്ള ആളുകൾക്കൊക്കെ. പക്ഷേ ഇത് കുപ്രസിദ്ധി ആർജിച്ച ഒരു മരുന്നാണ്. റേപ്പ് ഡ്രഗ് എന്നും ഇതിനെ പറയപ്പെടാറുണ്ട്. ഈ പെൺകുട്ടിയുടെ ദേഹത്തേക്ക് പലതവണ അത് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഡ്രഗിൻ്റെ സാന്നിധ്യം ബോഡിയിൽ നിൽക്കുമ്പോൾ എന്ത് ചെയ്താലും പിന്നീട് അവർക്കത് ഓർത്തെടുക്കാൻ കഴിയില്ല. റോഷൻ ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു നിർത്തി. ഡോക്ടർ എന്താ പറഞ്ഞു വരുന്നത്? കാശി റോഷൻ്റെ മുഖത്ത് നിന്നും കണ്ണെടുക്കാതെ ചോദിച്ചു. ഒരുപക്ഷെ 2 ദിവസമായി ആ കുട്ടിയുടെ ദേഹത്ത് ഈ ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ട്. സ്വബോധത്തിലേക്ക് വന്നാലും താൻ ഉപദ്രവിക്കപ്പെട്ടു എന്നല്ലാതെ തന്നെ ആരാണ്, എങ്ങനെയാണ്, ആരൊക്കെ കൂടിയാണ് ഈ നിലയിലാക്കിയതെന്നൊന്നും അവൾക്ക് പറയാൻ കൂടെ കഴിഞ്ഞു എന്ന് വരില്ല. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ, പ്രതികളെ തിരിച്ചറിയാൻ പോലും അവൾക്ക് കഴിയില്ല. ഒരുപക്ഷെ 2 ദിവസമായി ആശ്രമത്തിലാണ് താൻ ഉണ്ടായിരുന്നതെന്ന് പോലും അവൾക്ക് ഓർത്തെടുക്കാൻ കഴിയില്ല. കേസ് തള്ളിപ്പോവും. റോഷൻ്റെ വാക്കുകളിൽ മുന്നിലിരിക്കുന്നവർ ഏറെ നേരം കുരുങ്ങി കിടന്നുപോയി. കാശിയും അമീറും പരസ്പരം ഉറ്റുനോക്കി. ഇതുവരെ ഒരുമിച്ച് നേരിട്ടു. ഇനി എന്ത് ചെയ്യണമെന്ന് ഇരുവർക്കും ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിലും പോലീസിൽ കൊടുത്തിട്ട് എന്നാത്തിനാ? ജയിലിലിട്ട് തീറ്റിപ്പോറ്റാനോ? അവറാച്ചന് ദേഷ്യം വന്ന് നിറഞ്ഞു. പക്ഷേ ഇനി എന്ത് എന്നൊരു ചിന്ത എല്ലാവരുടെ ഉള്ളിലും ഒരുപോലെ നിറഞ്ഞു നിന്നു. കാശി, ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? അവളിപ്പോൾ പരക്കം പഞ്ഞ് നടപ്പുണ്ടാവും. പുറത്തിറക്കുമ്പോൾ ശ്രദ്ധിക്കണം. അമ്മയെ എങ്ങോട്ടെങ്കിലും സേഫായിട്ട് 2 ദിവസത്തിന് മാറ്റണം. അത് കഴിഞ്ഞിട്ട് നീ ഇങ്ങ് വാ. അമീർ ഒരിക്കൽ കൂടെ കാശിയെ ഓർമ്മിപ്പിച്ചു. അവൻ അമർത്തിയൊന്ന് മൂളിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. മുറിയിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന പെൺകുട്ടിയുടെ മുഖം അപ്പോഴും കാശിയെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ബന്ധമോ സ്വന്തമോ ഒന്നുമല്ല, എങ്കിലും ഞാൻ നിനക്ക് ഇതാ വാക്ക് തരുന്നു. നിന്നെ ഈ ദുരിതത്തിലേക്ക് തള്ളിവിട്ടവരെ ഞാൻ ജീവിക്കാൻ വിടും. നരകിച്ച് മരിച്ചാൽ മതി എന്നൊരു തോന്നലിൽ അവർ ജീവിക്കുന്നത് നിന്റെ കണ്ണിൻ്റെ മുന്നിൽ ഞാൻ കാണിച്ചു തരും. മരണം എന്നൊരു ശിക്ഷ അവർക്ക് കുറഞ്ഞു പോകില്ലേ? കാശി അണപ്പല്ല് കൂട്ടിക്കടിച്ചുകൊണ്ട് ദേഷ്യം നിയന്ത്രിച്ചു. കാശി പോയിട്ട് ഏറെ നേരമായിട്ടും അവനൊന്ന് വിളിക്കുകയോ മറ്റോ ചെയ്യാത്തതിൽ അമീറിന് ആദിയേറി. അവനെ ഒറ്റയ്ക്ക് വിട്ടത് ശരിയായില്ല എന്നൊരു ചിന്ത പെരുകി തുടങ്ങി. അവറാച്ചനും അല്ലവും അവനെ സമാധാനിപ്പിച്ചു കൊണ്ടിരുന്നുവെങ്കിലും അരുതാത്തതെന്തോ സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ ഉള്ളിൽ ശക്തിപ്പെട്ടു വരുന്ന പോലെ അമീറിന് തോന്നി. ഒട്ടും ഇരിപ്പുറക്കാതെ ആയപ്പോൾ അമീർ കാശിയുടെ ഫോണിലേക്ക് ഒരിക്കൽ കൂടെ വിളിച്ചു നോക്കി. തുടരെയുള്ള വിളികൾക്കൊടുവിൽ മറുഭാഗം കാൾ അറ്റൻഡ് ചെയ്യപ്പെട്ടു. അപ്പുറത്തു നിന്നുമുള്ള വാർത്ത കേൾക്കെ അമീർ ഒരു ഉൾക്കിടലത്തോടെ കൂടെ ഇരുന്നിടത്തു നിന്നും ചാടി എഴുന്നേറ്റുകൊണ്ട് സ്തംഭിച്ചു നിന്നുപോയി. തുടരും. സൂര്യകാന്തി. നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പ്ലീസ്. അപ്പോൾ അടുത്ത പാർട്ടുമായി പെട്ടെന്ന് വരാം. താങ്ക് യു.